നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകം. കോളയാട് ആലച്ചേരി സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ അടിച്ചുകൊന്നു. മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ. ഇന്ന് ദേശീയ കൈത്തറി ദിനാചരണം. സംഘങ്ങളിലെ മുതിർന്ന നെയ്ത്തുകാർക്ക് ആദരം, ഒപ്പം കണ്ണട അലവൻസും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്നും ആവശ്യം. പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിലായത് കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖ്. 3 പതിറ്റാണ്ട് മുമ്പ് മുങ്ങിയ ലൈംഗിക പീഡന കേസ് പ്രതിയും അറസ്റ്റിൽ. പേരാമ്പ്ര ചാലിക്കര സ്വദേശി കോമത്ത് രവീന്ദ്രന് തടവ് ശിക്ഷ. വാർത്തകൾ വിശദമായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. ജീവപര്യന്തം തടവുകാരനായ കോളയാട് ആലച്ചേരി എടക്കോട്ട് പതിയാരത്ത് ഹൌസിൽ കരുണാകരനാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം ഇയാളെ ചോരയിൽ കുളിച്ച നിലയിൽ ജയിലിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ജയിലിലെ 10ാം ബ്ലോക്കിലെ ജീവപര്യന്തം തടവുകാരനായ കോളയാട് ആലച്ചേരി എടക്കോട് പതിയാരത്ത് ഹൌസിൽ കരുണാകരൻ വീണ് പരിക്കേറ്റ് ചോരയിൽ കുളിച്ച നിലയിൽ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് രാത്രി 10:10 മരിച്ചത്. തലക്കേറ്റ അടിയാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. സംഭവത്തിൽ സഹ തടവുകാരനായ പാലക്കാട് സ്വദേശി വേലായുധനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തി. വേലായുധൻ ഇയാളെ വർക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് അടിച്ചതായാണ് വിവരം. 86-കാരനായ കരുണാകരൻ മാവേലിക്കര ചന്ദ്രൻ വധക്കേസിൽ പ്രതിയായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അറസ്റ്റിലായ മാവോവാദി നേതാവ് CP മൊയ്തീനെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കേളകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ വിവിധ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം CP മൊയ്തീനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ മാവോവാദി നേതാവ് CP മൊയ്തീനെ അമ്പായത്തോട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വ്യാഴാഴ്ച രാത്രി ആലപ്പുഴയിൽ നിന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് ATS അറസ്റ്റ് ചെയ്തത്. മാവോവാദി നേതാവ് CP മൊയ്തീനെ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്പായത്തോട്, മേലെ പാൽച്ചുരം, താഴെ പാൽച്ചുരം, രാമച്ചി എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എറണാകുളത്തു നിന്നും കനത്ത സുരക്ഷയിൽ ചൊവ്വാഴ്ച 11:30യോടെയാണ് കൊട്ടിയൂർ അമ്പായത്തോട്ടിലെത്തിച്ചത്. CP മൊയ്തീൻ ഉൾപ്പെടെയുള്ള മാവോവാദികൾക്കെതിരെ കേളകം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട്. ഇതിൽ ATS അന്വേഷിക്കുന്ന കേസുകളിലാണ് തെളിവെടുപ്പുണ്ടായത്. അമ്പായത്തോട് പോസ്റ്റർ പതിച്ച കേസിലും കേളകം പഞ്ചായത്ത് അംഗം സജീവൻ പാലുമിയെ രാമച്ചിയിലെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലുമാണ് CP മൊയ്തീനെ കേളകത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പഞ്ചായത്ത് അംഗം സജീവൻ പാലുമിയെ രാമച്ചിയിലെ വീട്ടിലെത്തി ആക്രമിച്ച മാവോവാദി സംഘത്തിൽ മൊയ്തീനും ഉൾപ്പെട്ടിരുന്നു. ATSന്റെ കസ്റ്റഡിയിൽ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. 2:30യോടെ അന്വേഷണ സംഘം പ്രതിയുമായി എറണാകുളത്തേക്ക് മടങ്ങി. തണ്ടർബോൾട്ട് സേനയുടെ സുരക്ഷയിലെത്തിച്ച തെളിവെടുപ്പിന് കേളകം, കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും പങ്കെടുത്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയുടെയും CHC ഇരുവേരിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി വർക്കർമാർ, ആശാ വർക്കർമാർ എന്നിവർക്കായി ഇരുവേരി CHCയിൽ വെച്ച് മുലയൂട്ടൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുരുഷോത്തം ബസപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും അടങ്ങിയതാണ് മുലപ്പാലെന്നും ജനിച്ച് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ എന്നും ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ കൊളസ്ട്രോമാണ്. ഇത് കുഞ്ഞിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നും കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുരുഷോത്തം ബസപ്പ പറഞ്ഞു. So there is no replacement for this breast milk on this earth. So that's why you should learn what is the importance of this breast milk and what are the techniques related to breast milk feeding. All those you have to learn here. So the breast milk, it contains all the essential nutrients for the infant. It has growth factors which is it is necessary for the child development, and it has antibodies, so it prevents infection to the infant, so it gives a immune strength to the child infant. Okay. So that's why the breast milk is very, very important.
ഇരുവേരി CHS മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ അധ്യക്ഷത വഹിച്ചു. PHNS മോളി ജോസഫ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർമാരായ ഡോക്ടർ ഷാരിക, ഷിവ്യ, സുനൈജ തുടങ്ങിയവർ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെപ്പറ്റി ക്ലാസ് എടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ മനോജ്, ICDS സൂപ്പർവൈസർ ജിൻസി മോൾ ജോർജ്, KP ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മുലയൂട്ടൽ പരിശീലന ക്ലാസും നടന്നു. 31ാം എഡിഷൻ SSF ജില്ലാ സാഹിത്യോത്സവം നാളെ പാനൂരിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ മുതൽ 11 വരെ 13 വേദികളിലായി നടക്കുന്ന വിവിധ പരിപാടികളിൽ 1500ഓളം മത്സരാർത്ഥികളും 100ഓളം അതിഥികളും പങ്കെടുക്കും. വ്യാഴാഴ്ച മക്ബറ സിയാറത്തോടുകൂടി പരിപാടിക്ക് തുടക്കമാവും. കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവം നാളെ മുതൽ 11-ാം തീയതി വരെ പാനൂരിൽ വെച്ച് നടക്കാം. ഫാമിലി, ബ്ലോക്ക്, യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം 170ഓളം മത്സരയിനങ്ങളിൽ 1500ഓളം പ്രതിഭകൾ മാറ്റൊരുക്കുന്ന ജില്ലാ സാഹിത്യോത്സവത്തിന് നാളെ തുടക്കമാവും. നാളെ വൈകുന്നേരം സാംസ്കാരിക സദസ്സ്, പുസ്തകമേളയുടെ ഉദ്ഘാടനം, എജുനെസ്റ്റിൻ്റെ വിദ്യാഭ്യാസപരമായ ഇടപെടലിൻ്റെ ഒരു പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നാളെ വൈകുന്നേരവും രാത്രി ആത്മീയ സമ്മേളനവും നടക്കും. ആത്മീയ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ സംസാരിക്കും. വെള്ളിയാഴ്ചയും മാപ്പിളപ്പാട്ടിൻ്റെ പറച്ചിൽ എന്ന പ്രോഗ്രാം, ഒരു സാംസ്കാരിക പ്രോഗ്രാം നടക്കുന്നു. വെള്ളിയാഴ്ച രാത്രിയും ആത്മീയ സമ്മേളനം നടക്കും. ശനിയാഴ്ച രാവിലെ മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. വൈകുന്നേരം 4 മണിക്ക് പ്രമുഖ എഴുത്തുകാരനും ആക്ടിവിസ്റ്റും ആയ ഡോക്ടർ റാം പുനിയാനി 31ാം എഡിഷൻ സാഹിത്യോത്സവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. പുസ്തകലോകം, എജുനെക്സ്റ്റ്, കരിയർ ക്ലിനിക്ക്, ദി ആൻസർ, ഫിഗ് ക്ലിനിക്ക്, ഇൻഫർമേഷൻ സെന്റർ എന്നിവ സജ്ജമാക്കും. തുടർന്നുള്ള സാംസ്കാരിക സംഗമത്തിൽ KP മോഹനൻ തുടങ്ങിയവർ സംബന്ധിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആത്മീയ സംഗമങ്ങൾക്ക് പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി, ദേവർശോല അബ്ദുൾ സലാം മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകും. മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനും മുൻ ITI ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസറുമായ ഡോക്ടർ റാം പുനിയാനി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. 11-ന് നടക്കുന്ന സമാപന സംഗമം സംസ്ഥാന പ്രസിഡന്റ് സ്വാഹ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രസിഡന്റ് മുനവീർ അമാനി, സെക്രട്ടറി TP സൈഫുദ്ദീൻ, സാഫിൻ പാമ്പുരത്തി, ഇർഷാദ് സഖാഫി എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകം. കോളയാട് ആലച്ചേരി സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ അടിച്ചുകൊന്നു. മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ. ഇന്ന് ദേശീയ കൈത്തറി ദിനാചരണം. സംഘങ്ങളിലെ മുതിർന്ന നെയ്ത്തുകാർക്ക് ആദരം, ഒപ്പം കണ്ണട അലവൻസും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്നും ആവശ്യം. പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിലായത് കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖ്. 3 പതിറ്റാണ്ട് മുമ്പ് മുങ്ങിയ ലൈംഗിക പീഡന കേസ് പ്രതിയും അറസ്റ്റിൽ. പേരാമ്പ്ര ചാലിക്കര സ്വദേശി കോമത്ത് രവീന്ദ്രന് തടവ് ശിക്ഷ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കലും കണ്ണട അലവൻസ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് കൈത്തറി വ്യവസായം. കണ്ണൂർ ജില്ല രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു ജില്ലയാണ് ഈ മേഖല. കാരണം നമ്മുടെ നാട് അറിയപ്പെടുന്നത് തന്നെ കറിയുടെ നാട് എന്നുള്ളതാണ്. തിറയുടെയും കറിയുടെയും നാടാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് 2000-ലധികം ആളുകൾ കൈത്തറി തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് 35 സംഘങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാമ്പത്തികമായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ, പരാധീനതകൾ ഈ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വലിയ മത്സരം വസ്ത്ര രംഗത്ത്, പ്രത്യേകിച്ച് ക്ലോത്ത് ഐറ്റം ഇത്തരം കാര്യത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദനം നടത്തുകയും അതിൽ ക്വാളിറ്റിയല്ല, അതിനേക്കാളും ചെലവ് കുറഞ്ഞ് വിപണിയിലേക്ക് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ നമുക്കറിയാം, കൈത്തറി തുണിത്തരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ചെലവേറിയ കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വിറ്റഴിക്കപ്പെടുന്നതിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. രാജ്യത്തെ പരമ്പരാഗത വ്യവസായങ്ങളിൽ സുപ്രധാനമാണ് കൈത്തറി വ്യവസായം. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ മുഖ്യ ജീവനോപാധിയാണ് കൈത്തറി മേഖല. ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ നൈപുണ്യ മികവിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൈത്തറി വസ്ത്രങ്ങൾ തനിമ കൊണ്ടും ഗുണമേന്മ കൊണ്ടും ലോക പ്രശസ്തവുമാണ്. പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ കൈത്തറി മേഖലയുടെ സാമൂഹിക പ്രാധാന്യം കണക്കിലെടുത്തും ഈ മേഖലയെ സംരക്ഷിച്ചു നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കൈത്തറി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും കൈത്തറി സഹകരണ സംഘങ്ങളിലെ മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കലും നടത്തിയത്. സംസ്ഥാന സർക്കാർ പുതുതായി ആവിഷ്കരിച്ച ആരോഗ്യ സഹായ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട നെയ്ത്തുകാർക്കുള്ള കണ്ണട അലവൻസും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ER നിതിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ KK ശ്രീജിത്ത്, സുരേഷ് കുമാർ SK, സംസ്ഥാന കൈത്തറി അസോസിയേഷൻ പ്രസിഡന്റ് കൊല്ലോൻ മോഹനൻ, ജില്ലാ വീവേഴ്സ് സൊസൈറ്റി അസോസിയേഷൻ സെക്രട്ടറി KV സന്തോഷ് കുമാർ, ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് നന്ദകുമാർ PG തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ണൂർ വീവേഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ കൈത്തറി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇരിണാവ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ മേഖലയിലെ തൊഴിലാളികളെ ഒന്ന് ഊർജ്ജസ്വലരാക്കാൻ പറ്റും. ഏതായാലും നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ആ കൈത്തറി മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നിർവഹിക്കേണ്ടത്. തീർച്ചയായും MLA എന്ന നിലയിൽ ഏതെല്ലാം പദ്ധതികൾ നമുക്ക് അതിന് നടപ്പിലാക്കാൻ പറ്റും, നമുക്ക് സെന്ററുമായി കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇരിണാവ് നമ്മുടെ സംഘമുണ്ട്, മറ്റ് സംഘങ്ങളുണ്ട്, അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൈത്തറി വ്യവസായത്തെ ശക്തിപ്പെടുത്തുക എന്നത് പ്രധാനമായ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം. ആ നിലയിൽ നമുക്ക് ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രഖ്യാപനം കൂടിയായി ഈ ദിനം, ദേശീയ കൈത്തറി ദിനത്തെ നമുക്ക് മാറ്റാം എന്ന് കൂടി സൂചിപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, വളരെ പോസിറ്റീവായി നമുക്ക് കാര്യങ്ങളെ കാണാം. ആ നിലയിലേക്ക് ഏറ്റവും ശക്തമായി ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് കൈത്തറി രംഗത്തെ മാറ്റാം. നമുക്ക് ഒരുപാട് പ്രവർത്തനം നടത്താനുണ്ട്. ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടെ നമുക്ക് പല രൂപത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കൈത്തറി മേഖലയെ ശക്തിപ്പെടുത്താം, കൈത്തറി മേഖലയെ ഏറ്റവും സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, ഇടപെടലുകൾ നടത്താം. അതിനുകൂടിയാകട്ടെ ഈ ദേശീയ കൈത്തറി ദിനത്തിന്റെ പ്രാധാന്യം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി നിൽക്കാം, സജീവമായി മുന്നോട്ട് പോകാം. സി സുരേഷൻ അധ്യക്ഷത വഹിച്ചു. നിതിൻ ER, സിജു K, ജിബിൻ P, അനിൽകുമാർ K തുടങ്ങിയവർ സംസാരിച്ചു. നെയ്ത്തുകാരെ ആദരിക്കൽ, വിവിധ മത്സര പരിപാടികൾ, കലാപരിപാടികൾ, പ്രദർശനവും എന്നിവയും നടന്നു.
മങ്കടവ് ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് KC പിറന്നാൾ ആഘോഷത്തിനായി സ്വരുക്കൂട്ടി വെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ, മാതാവ് സറീന എന്നിവർക്കൊപ്പം കളക്ടറേറ്റിലെത്തി സബ് കളക്ടർ ഘ്രാന്തേ സായി കൃഷ്ണ IAS-നാണ് തുക കൈമാറിയത്. മങ്കടവ് കുന്നുംപുറത്തെ സറീന നൌഷാദ് ദമ്പതികളുടെ മകനാണ് മുഹമ്മദ്. കണ്ണൂർ നോർത്ത് സോഷ്യൽ സയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉപജില്ലാതല സ്വാതന്ത്ര്യ സമര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. LP, UP, HS, HSS വിഭാഗങ്ങളിലായി 200ഓളം കുട്ടികൾ പങ്കെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക K. ജ്യോതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാരവാഹികൾ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ക്വിസ് മത്സരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ക്വിസ് മത്സരത്തിന് പങ്കെടുക്കാൻ റെഡിയായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. എപ്പോഴാണ് റെഡി ആയത്? ഇപ്പൊ റെഡി ആയിട്ടേ ഉള്ളൂ. 2 ദിവസമായല്ല പഠിക്കുന്നത്. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് UK ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി മഹേഷ് ചെറിയാണ്ടി സ്വാഗതവും കണ്ണൂർ നോർത്ത് സോഷ്യൽ സയൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. PV ശ്രീജിത്ത് മാസ്റ്റർ, K. വിനോദ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകം. കോളയാട് ആലച്ചേരി സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ അടിച്ചുകൊന്നു. മരണം കൊലപാതകം എന്ന് തെളിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ. ഇന്ന് ദേശീയ കൈത്തറി ദിനാചരണം. സംഘങ്ങളിലെ മുതിർന്ന നെയ്ത്തുകാർക്ക് ആദരം, ഒപ്പം കണ്ണട അലവൻസും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്നും ആവശ്യം. പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിലായത് കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖ്. 3 പതിറ്റാണ്ട് മുമ്പ് മുങ്ങിയ ലൈംഗിക പീഡന കേസ് പ്രതിയും അറസ്റ്റിൽ. പേരാമ്പ്ര ചാലിക്കര സ്വദേശി കോമത്ത് രവീന്ദ്രന് തടവ് ശിക്ഷ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
അറബിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി അറസ്റ്റ് ചെയ്തത്. ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. രണ്ടാം ഭാര്യ നൽകിയ പീഡന കേസിൽ അബ്ദുൾ റസാഖ് നിലവിൽ സസ്പെൻഷനിലാണ്. പയ്യന്നൂരിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 30 വർഷത്തിനു ശേഷം കോടതി തടവിന് ശിക്ഷിച്ചു. പേരാമ്പ്ര ചാലിക്കര സ്വദേശി കോമത്ത് രവീന്ദ്രനെയാണ് പയ്യന്നൂർ സബ് കോടതി 2 മാസം തടവിന് ശിക്ഷിച്ചത്. 1993 അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കഴിഞ്ഞ വർഷമാണ് വീണ്ടും പിടിയിലായത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയെ 1993 ഇയാൾ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. പയ്യന്നൂരിനടുത്തു നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചത്. ഭാര്യയുമായി അടുത്ത സൗഹൃദത്തിലുള്ള കുടുംബത്തിലെ പെൺകുട്ടിയെയാണ് പീഡനത്തിന് ഇരയാക്കിയത്. 1988 മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്കെതിരെ 15ഓളം കേസുകൾ നിലവിലുണ്ട്. കള്ളനോട്ട്, വഞ്ചന തുടങ്ങിയ കേസുകളും ഇതിൽപ്പെടും. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി AGP PV മധുസൂദനൻ ഹാജരായി. പാപ്പിനിശ്ശേരി പാറക്കടവിൽ അനധികൃത മണൽക്കടത്ത് തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ടിപ്പറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി അറസ്റ്റിലായി. പാപ്പിനിശ്ശേരി സ്വദേശി KP മുഹമ്മദ് ജാസിഫിനെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 25 പുലർച്ചെ 3-നായിരുന്നു സംഭവം. സ്കൂട്ടറിൽ മണൽക്കടത്ത് പിടികൂടാനെത്തിയ വളപട്ടണം സ്റ്റേഷനിലെ SI TM വിപിൻ, CPO കിരൺ എന്നിവരെയാണ് മണൽക്കടത്തുകാർ ടിപ്പർ ലോറിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. പോലീസിനെ തിരിച്ചറിഞ്ഞതോടെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റു. ഇടിച്ച വാഹനവുമായി രക്ഷപ്പെട്ട മണൽക്കടത്തുകാരൻ റസാക്കിനും ലോറി ഡ്രൈവർക്കുമെതിരെ വധശ്രമത്തിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസ് കേസെടുത്തിരുന്നു. പ്രതികളെ സഹായിച്ച 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി. മയിൽ നണിയൂർ നമ്പ്രത്തെ M മൊയ്തീൻകുട്ടി, കമ്പിൽ മൈതാനപ്പള്ളിയിലെ മുഹമ്മദ് സീനാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരുകാരായ അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മയിൽ അനൂപ് മേനോൻ നായകനായ ചെക്ക് മേറ്റ് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്നു. ആദ്യ പ്രദർശനം 9 ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ സമുദ്ര തിയേറ്ററിലാണ് നടക്കുക. അമേരിക്കയുടെ ദൃശ്യഭംഗി ഒപ്പിയെടുത്ത ഈ സസ്പെൻസ് ത്രില്ലറിന്റെ കഥ, തിരക്കഥ, ഛായാഗ്രഹണം, സംഗീതം എന്നിവ നിർവഹിച്ചത് സംവിധായകൻ രതീഷ് ശേഖറാണ്. 47ാം ഫിലിം ക്രിട്ടിക് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ കണ്ണൂർ സ്വദേശി രേഖ ഹരീന്ദ്രനാണ് നായിക. അനൂപ് മേനോൻ, ലാൽ, അഞ്ജലി മോഹനൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളാണ് മറ്റ് നടീനടന്മാരും ക്രൂ അംഗങ്ങളും. 18 പേരുടെ കൂട്ടായ്മയിൽ 3 വർഷം കൊണ്ട് സിനിമ അമേരിക്കയിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. 1971 ഇന്ത്യ-പാക് യുദ്ധത്തിൽ INS വിക്രാന്തിൽ നിന്നും വിമാനം പറത്തി അതിവിശിഷ്ട സേവാ മെഡൽ നേടിയ റിയൽ അഡ്മിറൽ K മോഹൻ കുമാരി ദമ്പതികളുടെ മകളാണ് കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിനി കൂടിയായ അഞ്ജലി മോഹനൻ. വാനമ്പാടി KS ചിത്ര ആലപിച്ച ഗാനവും സിനിമയുടെ ആകർഷണമാണെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഈ പിക്ചറിൻ്റെ ഒരു മെയിൻ ബ്രെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ രതീഷ് ശേഖർ. അദ്ദേഹവും അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വെരി ടാലൻറ്റഡ് ഫെലോ, വെരി വൈബ്രൻറ്റ് ഫെലോ, വെരി കമ്മിറ്റഡ് ഫെലോ. എല്ലാത്തിലും എന്തെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ടേ അവസാനിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഈ ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ കഥയും തിരക്കഥയും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ ലിറിക്സും അതിൻ്റെ മ്യൂസിക്കും എല്ലാം അദ്ദേഹമാണ് ഇവർക്ക് നേതൃത്വം കൊടുത്തത്. ഇവരൊക്കെ ഈ 18 പേരും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, കേരളക്കാരാണ്. അതിൽ 2 കണ്ണൂർക്കാരാണ്. ഞാൻ അതിനെപ്പറ്റി പിന്നെ പറയാം. അവർ അവിടെ നിന്നിട്ട് രാവിലെ 9 to 5 എല്ലാവർക്കും ഓഫീസുണ്ട്. ഓഫീസ് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഓഫീസിൽ നിന്ന് ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വീട്ടിലോ പോയി മീറ്റ് ചെയ്ത് അങ്ങനെയാണ് കഥയും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അവിടെ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചു. കേരളത്തിൽ നിന്ന് ക്ഷണിച്ചത് അനൂപ് മേനോനെയും ലാലിനെയാണ്. അവർ വളരെ വില്ലിങ്ങായി അങ്ങോട്ട് വന്നു. ഏകദേശം 1 മാസത്തോളം അവർ 2 പേരും അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിൻ്റെ അത്. ബാക്കി മുഴുവൻ ആക്ടേഴ്സ്, ഇതിൻ്റെ ക്രൂ എല്ലാം കേരളക്കാരാണ്, അമേരിക്കയിൽ താമസിക്കുന്നവരാണ്. വാർത്താ സമ്മേളനത്തിൽ റിയർ അഡ്മിറൽ മോഹനൻ, ഭാര്യ കുമാരി മോഹനൻ, മക്കളായ അഞ്ജലി, അശ്വതി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറബിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 40 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6350, പവന് 50,800 രൂപ, വെള്ളി 87 രൂപ.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകം. കോളയാട് ആലച്ചേരി സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ അടിച്ചുകൊന്നു. മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ. ഇന്ന് ദേശീയ കൈത്തറി ദിനാചരണം. സംഘങ്ങളിലെ മുതിർന്ന നെയ്ത്തുകാർക്ക് ആദരം, ഒപ്പം കണ്ണട അലവൻസും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്നും ആവശ്യം. പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിലായത് കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖ്. 3 പതിറ്റാണ്ട് മുമ്പ് മുങ്ങിയ ലൈംഗിക പീഡന കേസ് പ്രതിയും അറസ്റ്റിൽ. പേരാമ്പ്ര ചാലിക്കര സ്വദേശി കോമത്ത് രവീന്ദ്രന് തടവ് ശിക്ഷ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.